നമസ്കാരം പ്രിയ പ്രേക്ഷകരെ, ഞാൻ കുമാർ ചെല്ലപ്പൻ. ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ലോകം മുഴുവൻ ശ്രദ്ധിച്ചിരുന്നത് ഒരേ ഒരു ഈവൻറ്റിലേക്കാണ്. അത് ലോകകപ്പ് ഫുട്ബോൾ മത്സരങ്ങൾ. ഫിഫ കപ്പിന് വേണ്ടി അമേരിക്കയിലും മെക്സിക്കോയിലും ആയിട്ട് നടന്ന ലോകകപ്പ് ഫുട്ബോൾ മത്സരങ്ങളിലായിരുന്നു ജനശ്രദ്ധ മുഴുവനും. അതെല്ലാം കഴിഞ്ഞു. അപ്പോൾ ഈ ഫുട്ബോൾ ടീമുകളെ പ്രഖ്യാപിക്കുമ്പോൾ അതത് രാജ്യങ്ങൾ തീരുമാനിക്കുന്നൊരു കാര്യമുണ്ട്. അവരുടെ കോച്ച്, പരിശീലകൻ വിജയം എന്താണ് എന്ന് അറിഞ്ഞിട്ടുള്ള വ്യക്തിയെയായിരിക്കും, പരിശീലകനെയായിരിക്കും അവർ ദേശീയ ടീമിൻ്റെ കോച്ചായിട്ട് നിയമിക്കുക. കാരണം വിജയം എന്താണെന്ന് അറിഞ്ഞൊരു വ്യക്തിക്ക് മാത്രമേ തൻ്റെ ടീമിനെ വിജയത്തിലേക്ക് നയിക്കാൻ പറ്റുള്ളൂ. അങ്ങനെ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ഭാരതത്തിൽ നടന്ന ഒരു സംഭവമുണ്ട്. ഭാരതീയ ജനതാ പാർട്ടിയുടെ ഔദ്യോഗിക ഭാരവാഹികളെ കഴിഞ്ഞ ദിവസം പ്രഖ്യാപിച്ചു. പുതിയ ദേശീയ പ്രസിഡൻറ്റ് തൻ്റെ ടീമിനെ ഉടച്ചു വാർത്തിരിക്കുകയാണ്. 65 അംഗങ്ങളുള്ള പുതിയ ദേശീയ നേതൃത്വ നിരയിൽ 51 പേര് പുതിയതാണ് എന്ന് പറഞ്ഞാൽ ബാക്കി 14 പേര് മാത്രമേ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആൾക്കാരേ ഉള്ളൂ. ഈ ടീമിനെ നമ്മൾ എങ്ങനെ വിലയിരുത്തും എന്നുള്ളത് ശ്രദ്ധേയമാണ്. ഇന്ത്യ ഭരിക്കുന്ന ഒരു ദേശീയ ജനാധിപത്യ മുന്നണിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട കക്ഷിയാണ് ഭാരതീയ ജനതാ പാർട്ടി. അവർ 2029 ലോക്സഭാ തെരഞ്ഞെടുപ്പും അതേപോലെ അടുത്ത് വരാൻ പോകുന്ന 2027 UP, പഞ്ചാബ് തുടങ്ങിയ നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ എങ്ങനെ നേരിടും എന്നുള്ളത് നമുക്ക് ഒന്ന് വിശകലനം ചെയ്തു നോക്കാം. ഇപ്പോൾ ഈ കേരളത്തിൽ നിന്നും K. സുരേന്ദ്രനെ ജനറൽ സെക്രട്ടറി ആയിട്ട് നിയമിച്ചിരിക്കുന്നു. പരിചയസമ്പന്നയായ വസുന്ധര രാജ സിന്ധ്യ, മുൻ രാജസ്ഥാൻ മുഖ്യമന്ത്രി, മുൻ കേന്ദ്രമന്ത്രിയുമാണ് അവർ. അതേപോലെ തന്നെ പീയൂഷ് ഗോയൽ, ഇപ്പോൾ അദ്ദേഹം കേന്ദ്ര വ്യവസായ അതുപോലെ തന്നെ വാണിജ്യ വകുപ്പ് മന്ത്രിയാണ്. കേന്ദ്രത്തിൽ വളരെ പ്രധാനപ്പെട്ട വകുപ്പ് കൈകാര്യം ചെയ്തൊരു മന്ത്രിയാണ്. അദ്ദേഹത്തെ ട്രഷററായിട്ട് നിയമിച്ചിരിക്കുന്നു. മുൻ കേന്ദ്രമന്ത്രി സ്മൃതി ഇറാനി ദേശീയ ജനറൽ സെക്രട്ടറിയായി തിരിച്ചു വന്നിരിക്കുന്നു. അങ്ങനെ കുറേ അധികം പേരെ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഈ ടീം BJP കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തിരിക്കുന്നത്. എങ്ങനെയായിരിക്കും ഇവരുടെ പെർഫോമൻസ്? എങ്ങനെ നമുക്കിതിൻ്റെ വിജയ സാധ്യതകൾ, ഇവരുടെ പെർഫോമൻസ് സാധ്യതകൾ എങ്ങനെ നമുക്ക് അളന്നു നോക്കാം എന്നുള്ളതെന്ന് അറിയേണ്ടതാണ്. ഇപ്പോൾ പ്രസിഡൻറ്റിൻ്റെ പദവി അവിടെ നിൽക്കട്ടെ, ദേശീയ ജനറൽ സെക്രട്ടറി ആയിട്ട്, സംഘടനാ സെക്രട്ടറി ആയിട്ട് BL സന്തോഷിനെയാണ് നിയമിച്ചിരിക്കുന്നത്. BL സന്തോഷിനെ കുറിച്ചിട്ട് പറയാനായിട്ട് ഞാൻ ആളല്ല. കാരണം അദ്ദേഹം ഈ പൊതുവേദിയിലൊന്നും പ്രത്യക്ഷപ്പെടാറില്ല. അതുമാത്രമല്ല, BJPയുടെ അകത്ത് തന്നെയുള്ള കേരള BJPയിലുള്ള പലർക്കും അദ്ദേഹത്തെക്കുറിച്ച് അത്ര നല്ല അഭിപ്രായമൊന്നുമല്ല. കേരള BJP വളരാത്തതിന് ഉത്തരവാദിത്വത്തിന് ഒരു പരിധിവരെ BL സന്തോഷിനെ പഴിചാരുന്നവരുണ്ട്. പക്ഷെ അത് എനിക്കെന്തോ അത്ര വിശ്വാസമല്ല. കാരണം കേരള BJP വളരാത്തതിന് ഉത്തരവാദിത്വം കേരള BJPയുടെ നേതൃത്വ നിരയിലുള്ളവരാണ്. 1980 മുതൽ നമ്മൾ സ്ഥിരം കണ്ടുവരുന്ന ഏതാനും മുഖങ്ങളാണ് ഇന്നും BJPയുടെ തലപ്പത്തിരിക്കുന്നത്. എക്സെപ്ഷൻ ഉണ്ടാവാം. KG മാരാറും O രാജഗോപാലൊക്കെ കഴിഞ്ഞു, രംഗം വിട്ടു കഴിഞ്ഞു. എന്നാലും കുറേ പേര് അവിടെ സ്ഥിരതാമസമായി വോട്ടവകാശം മേടിച്ച് അവിടെ ഇരിപ്പുണ്ട്. അപ്പോൾ അവർക്കൊന്നും BJPനെ വിജയത്തിലേക്ക് നയിക്കാൻ സാധിച്ചിട്ടില്ല എന്നുള്ളത് ഒരു നഗ്ന യാഥാർത്ഥ്യമാണ്. ഇപ്പം ഇവരിൽ നിന്നും സുരേന്ദ്രൻ ദേശീയ തലത്തിലേക്ക് വന്നാൽ അദ്ദേഹത്തിന് എന്തൊക്കെ ചെയ്യാൻ സാധിക്കും എന്നുള്ളത് ചിന്തനീയമാണ്. കേരളം വിട്ട് അദ്ദേഹം പ്രവർത്തിച്ചതായിട്ട് എനിക്ക് അറിവില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് കുറച്ചൊരു സ്പേസ് നമ്മൾ നൽകിയേ പറ്റുള്ളൂ. പിന്നീടുള്ളത് സ്മൃതി ഇറാനിയും വസുന്ധര രാജ സിന്ധ്യയും സംഘടനയുടെ ആൾക്കാർ തന്നെയാണ്. നേരത്തെ തന്നെ രാജസ്ഥാൻ മുഖ്യമന്ത്രി ആവുന്നതിന് മുമ്പും മുഖ്യമന്ത്രി അല്ലാതായതിനു ശേഷവും വസുന്ധര രാജ സിന്ധ്യ BJPയുടെ വൈസ് പ്രസിഡൻ്റ് ആയിരുന്നു. സ്മൃതി ഇറാനി വളരെ നല്ല പെർഫോമൻസ് ആയിരുന്നു. അവർ കഴിഞ്ഞ 2024 തെരഞ്ഞെടുപ്പിൽ അപ്രതീക്ഷിതമായിട്ടാണ് അവർ തോറ്റത്. നല്ല സംഘടനാ പാഠവും നല്ല നേതൃത്വ ഗുണവും നല്ല ഭരണശേഷിയുമുള്ള ഒരു മന്ത്രി എന്നുള്ള രീതിയിൽ അവർ വളരെയധികം ഫേമസ് ആയിരുന്നു. അവർ നന്നായിട്ട് പ്രകടനം കാഴ്ചവെച്ചിരുന്നു. അതുകൂടാതെ സംഘടനയുടെ തലപ്പത്തേക്ക് വന്നിരിക്കുന്ന 2 പേരാണ് തിരാഥ്നാഥ് റാവത്ത്, ഉത്തരാഖണ്ഡിലെ മുൻ മുഖ്യമന്ത്രി, അതുപോലെ ബിപ്ലബ് ദാസ് ഗുപ്ത, ത്രിപുരയിലെ മുഖ്യമന്ത്രി. അവർ 2 പേരും ഉണ്ട്. അവരുടെ 2 പേരുടെയും
ഈ സംഘടനാ പ്രവർത്തനം എങ്ങനെയെന്നുള്ളത് കണ്ടു തന്നെ അറിയണം. പിന്നെ റാം മാധവ്, അദ്ദേഹം ഇത്ര നാൾ എവിടെയായിരുന്നു? റാം മാധവ് ഒരു കാലത്ത് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ശക്തനായ ഒരു സംഘടനാ വക്താവായിരുന്നു റാം മാധവ്. റാം മാധവിന് എന്ത് പറ്റിയിരുന്നു ഇത്ര കാലം എന്തുകൊണ്ടാണ് അദ്ദേഹത്തെ മാറ്റി നിർത്തിയിരുന്നത്? അത് ചിന്തിക്കേണ്ട ഒരു വിഷയമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അദ്ദേഹം എന്തൊക്കെയാണ് ഇനി BJP-യിൽ ചെയ്യാൻ പോകുന്നത് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയില്ല. അതിന് ഭാവി മാത്രം മറുപടി പറയുകയുള്ളൂ. ആകെക്കൂടി കേരളത്തിലെ പത്രങ്ങൾ തലവാചകമാക്കിയിരിക്കുന്ന അബ്ദുള്ളക്കുട്ടിക്ക് സ്ഥാനം തെറിച്ചു എന്നുള്ളതാണ്. അബ്ദുള്ളക്കുട്ടി പാർട്ടിയുടെ ദേശീയ വൈസ് പ്രസിഡൻറ്റ് പദവിയിൽ നിന്ന് മാറ്റി, അദ്ദേഹത്തിന് പദവി ഒന്നും കൊടുത്തിട്ടില്ല എന്ന് പറയുന്നു. പക്ഷെ അദ്ദേഹം വേറൊരു പോസ്റ്റിലുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അദ്ദേഹം ഈ നമ്മളുടെ വഖഫിൻ്റെ അല്ല, ഹജ്ജ് കമ്മിറ്റിയുടെ എന്തോ ചെയർപേഴ്സൺ എന്തൊക്കെയാണ്. പിന്നെ വേറെ മഹാരാഷ്ട്രയിൽ നിന്ന് താവടെ അദ്ദേഹം സംഘടനാ തലപ്പത്തേക്ക് വന്നിട്ടുണ്ട്. അദ്ദേഹം സാമാന്യം തരക്കേടില്ലാത്ത പ്രകടനമാണ് അദ്ദേഹം കാഴ്ചവെച്ചിരുന്നത് കഴിഞ്ഞ 5 വർഷത്തിനിടയിൽ. പലപ്പോഴും ഒരു ട്രബിൾ ഷൂട്ടറായിട്ട് ഒക്കെ അദ്ദേഹം നിയമിതനായിട്ടുണ്ട്. BJP-യുടെ കേന്ദ്ര നേതൃത്വത്തിൻ്റെ ട്രബിൾ ഷൂട്ടറായിട്ട് അദ്ദേഹം പലയിടത്തും പോയിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹത്തിന് എന്തൊക്കെ ചെയ്യാൻ സാധിക്കും എന്നുള്ളത് അദ്ദേഹം തെളിയിച്ചിട്ടുണ്ട്. വേറെ ഇതിനെക്കുറിച്ച് പറയുമ്പോൾ BJP-യെ സംബന്ധിച്ചിടത്തോളം ഇനിയുള്ള 2 വർഷങ്ങൾ വളരെ നിർണായകമാണ്. 2029 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ BJP-ക്ക് ഒറ്റയ്ക്ക് ഭൂരിപക്ഷം കിട്ടണമെന്നുണ്ടെങ്കിൽ, അതുപോലെ 3-2 ഭൂരിപക്ഷം കിട്ടണമെങ്കിൽ, അതല്ലെങ്കിൽ മോദി 2024 പ്രഖ്യാപിച്ച 400 സീറ്റിലധികം കിട്ടണമെന്നുണ്ടെങ്കിൽ ഈ സംഘടനാ നേതാക്കൾക്ക് കഴിയുമോ എന്നുള്ളത് ആണ് നമ്മൾ പ്രധാനമായിട്ട് ചർച്ച ചെയ്യേണ്ടത്. അതിന് അത്രയും അക്സെപ്റ്റബിലിറ്റി ഉള്ള നേതാക്കന്മാർ BJP-യുടെ ഈ പുനഃസംഘടനയിൽ രംഗത്ത് വന്നിട്ടുണ്ടോ എന്നുള്ളത് സംശയമാണ്. അതിന് ഉത്തരം നൽകേണ്ടത് 2027 ജാനുവരി ഫെബ്രുവരിയോടുകൂടി ഉത്തർപ്രദേശിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോഴും 2027 തന്നെ പഞ്ചാബ് നിയമസഭയിലേക്ക് നടക്കുന്ന തെരഞ്ഞെടുപ്പും ഇതിന് ഉത്തരം നൽകും. ഇവരുടെ സംഘടനാ പാഠവും എത്ര മികച്ചതാണെന്ന് മലയാളികൾക്ക് ആശ്വാസം ഏകിക്കൊണ്ട് അരവിന്ദ് മേനൻ എന്ന് പറയുന്ന ഒരു ബൈ നെയിം സേക്ക് ഒരു മലയാളിയായിട്ടുണ്ട്. അദ്ദേഹം സംഘടനാ രംഗത്തേക്ക് വന്നിട്ടുണ്ട്. അദ്ദേഹത്തിന് ഏൽപ്പിച്ച ജോലിയൊക്കെ അദ്ദേഹം എത്രമാത്രം നന്നായി നിറവേറ്റി എന്നുള്ളത് വളരെ നിരാശാജനകമാണെന്ന് തന്നെ പറയണം. കാരണം അദ്ദേഹം തെലങ്കാന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ BJP-യുടെ സംഘടനാ ചുമതലയുണ്ടായിരുന്നു അദ്ദേഹത്തിന്. പക്ഷേ തെലങ്കാനയിൽ അതിൻ്റെ വൈഭവം ഒന്നും കാണാനുണ്ടായിരുന്നില്ല. കേരളത്തിലുള്ള ജനങ്ങൾ സുരേന്ദ്രനെ ആയിരിക്കും പ്രത്യേകം നിരീക്ഷിക്കുക. കാരണം കേരളത്തിൽ BJP-യിൽ ഒരു അനക്കം ഉണ്ടാക്കാൻ കഴിഞ്ഞത് സത്യം പറഞ്ഞാൽ സുരേന്ദ്രൻ പ്രസിഡൻ്റായിട്ട് വന്നേ പിന്നെയാണ്. യുവത്വം അദ്ദേഹത്തിൻ്റെ ഒരു വശത്ത് അദ്ദേഹത്തിന് അനുകൂലമായിരുന്നു. പക്ഷേ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ 1+1 11 ആയത് കാരണം ആ അലയൻസിന് മറ്റേ നിലവിലുള്ള രാഷ്ട്രീയ ഗൂഢാലോചനകളെയും കോൺസ്പിറസികളെയും മാറ്റാനായിട്ട് സുരേന്ദ്രൻ ഒറ്റയ്ക്ക് വിചാരിച്ചാൽ കഴിയില്ല കേരളത്തിലെ പ്രത്യേക രാഷ്ട്രീയ പശ്ചാത്തലത്തിൽ. ആകെക്കൂടി ഒരു അത്ര വലിയ ആശാവഹമായ ഒരു പുനഃസംഘടനയല്ല ഇപ്പം നടന്നിരിക്കുന്നത് എന്ന് തന്നെ വേണം പറയാം. പക്ഷേ എന്നാലും ഇവർക്ക് എല്ലാവർക്കും നല്ല ആശംസകൾ നേരാം നമുക്ക്.